ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വീടും കൃഷിയുടെ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ്. വീട്ടിൻ്റെ മേലെ നിന്നുള്ള ഒരു വ്യൂ ആണിത്. രാവിലെ എഴുന്നേറ്റ് വീടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ നല്ല മനോഹരമായിട്ട് കാഴ്ചകൾ കാണാം. മനസ്സിന് നല്ല കുളിർമയെന്ന് അത് കാണുന്നുണ്ട് കൂട്ടർ. ഇവിടെ ഒരാൾ കായ്ച്ചു കിടക്കുന്നുണ്ട്. ജാക്ക് ഫ്രൂട്ട്, മാതളി നാരങ്ങ കൂട്ടർക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ടെറസിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഇതിലെല്ലാം എൻ്റെ കദളിവാഴയുടെ തോട്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. ഭയങ്കര ഹൈറ്റാണ്, 6-7 മീറ്ററോളം ഹൈറ്റുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിലിട്ടപ്പോൾ ഞാൻ കൊല കാണിച്ചായിരുന്നു. 10, 45, 50, 60 കിലോ ഉള്ള വാഴകളാണെല്ലാം. ഇനി ഇതൊക്കെ കൊലക്കാറായിട്ടുണ്ട്. ഇത് വീട്ടിനോട് ചേർന്നിട്ടുള്ള തെങ്ങാണ്. അത്യാവശ്യം മോശമില്ലാത്ത തേങ്ങയുണ്ട്. അതിന് മാത്രം ഒരു തേങ്ങ പറിക്കുന്ന സമയത്ത് ഒരു 10-100 എണ്ണം ഒരു പ്രാവശ്യം കിട്ടും. നല്ല തെങ്ങാണ്. ഒരു 3-4 കുല ഒരു പ്രാവശ്യം പറിക്കുന്ന സമയത്ത് കൊത്തിയിടാനുണ്ടാവും. പിന്നെ ഇത് നമ്മളൊരു പ്ലാവാണ്. വീടിനോട് ചേർന്നതുകൊണ്ട് അതിൻ്റെ കൊമ്പൊക്കെ കൊത്തി കളഞ്ഞിരിക്കുകയാണ്. പിന്നെ പ്ലാവ്, ചക്കയെല്ലാം ഏകദേശം പറിച്ച് കഴിയാറായതുകൊണ്ട് ഒരെണ്ണാമത്തെ ഇനിയിപ്പോൾ അവിടെ ബാക്കിയുണ്ട്. 1-2 അത് ഏറ്റവും മേലെയാണ്. അത് നമുക്ക് താഴെ നിന്നൊന്നും പറിക്കാനെത്തില്ല, ഒരുപാട് ഹൈറ്റിലാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ നമ്മളെ കൃഷിയിടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിന് നല്ലൊരു ഉന്മേഷമാണ്. വീട്ടിനോട് ചേർന്ന് പല കൃഷികളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ മനസ്സിന് നല്ലൊരു ഉന്മേഷമാണ്. ഒരു മുരിങ്ങയുണ്ട് കായ്ച്ചു കിടക്കുന്ന, അതും നല്ല ഹൈറ്റിലാണ്. അതിൻ്റെ വാള് പറിച്ചെടുക്കാൻ ആവുമെന്നറിയില്ല, ഒരുപാട് ഹൈറ്റിലാണ്. ഇല്ല പിന്നെ കൊമ്പ് ഓടിച്ചെടുക്കണം. വാഴക്കൊലകളൊക്കെ കുറച്ച് മൂത്ത് കിടക്കുന്നുണ്ട്, കൊത്താറായിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കൊല കൊത്തണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ മഴയായതുകൊണ്ട് രാവിലെ മഴ നനഞ്ഞിട്ട് വേണം ഇനിയിപ്പം ആ കൊല കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട്.
ഇത് മുറ്റത്തോട് ചേർന്നിട്ട് ഒരു റെഡ് ലേഡി പപ്പായ. ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാനത് ഇട്ടായിരുന്നു. ഇതാ ഇത് നമ്മുടെ കോവക്കയുടെയാണ്. ചിക്കൻ കറി വെക്കാനുള്ള കോവക്ക മുറ്റത്തുനിന്ന് തന്നെ എല്ലാം പറിച്ചെടുക്കാൻ കിട്ടും. ഇതാ ഇത് വീട്ടിൻ്റെ മേലെ നിന്ന് പിടിക്കുന്ന ഒരു വ്യൂ ആണ്. എനിക്ക് പച്ചക്കറി മേടിക്കാൻ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം പറമ്പിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കും. എല്ലാം ഉണ്ട്. പപ്പായയുണ്ട്, കായയുണ്ട്, മത്തനുണ്ട്, വെള്ളരിയുണ്ട്. അങ്ങനെയുള്ള എല്ലാ കൃഷികളും ഞാൻ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് മേടിക്കും. പച്ചക്കറി ഒരു ഇതെല്ലാം ഞാൻ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. മത്സ്യം മാത്രം പുറത്തുനിന്ന് മേടിക്കില്ല കറി വെക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്ത് എടുക്കുന്നതാണ്, നാച്ചുറലായിട്ടുള്ള. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ഇതാണ് വീടും കൃഷിയുടെ രണ്ടാമത്തെ ഭാഗം. ഓക്കെ ഗൈസ്.